വയനാട് നീർവാരത്ത് ജനവാസ മേഖലയിറങ്ങി 2 കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിവിട്ടു. 2 കൊമ്പന്മാരെയാണ് അമ്മാനി വനമേഖലയിലേക്ക് തുരത്തിയത്. തോട്ടത്തിൽ നിലയുറപ്പിച്ച 2 പിടിയാനകളെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാ. ഇവിടുത്തെ സർക്കാരും ചെയ്യാൻ പറ്റാ. ഞാൻ ഇവിടെ എൻ്റെ മുന്നിൽ ഇത് നോക്ക്, എൻ്റെ വീടിൻ്റെ ഈ 2 സൈഡ് കൂടെ ആന പറ്റുക. ഒന്നും രണ്ടുമല്ല, ഇന്നലെ ഓടിച്ചിട്ട് ആനയാടി വരുന്നത്. ഞാൻ ഇന്നലെ 8 മണിക്ക് ആന ഓടിച്ചിട്ടുണ്ട്. ഇപ്പം ഫുള്ളായിട്ടാണ് എല്ലാ വഴിക്കും വരായിരുന്നു. ഉദ്യോഗസ്ഥന്മാര് ഫെൻസിന് മുഴുവൻ തകർത്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് കൃഷി എടുക്കാനേ പറ്റുന്നില്ല. ഇത് 30 കൊല്ലമായിട്ട് ഈ ആന വരുന്നുണ്ട്. ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ ആന 6:30 ആകുമ്പോഴേക്കും തിരിച്ച് ഇതേപോലെ തന്നെ തിരിച്ചതിലിറങ്ങും. ഒരു ഫോറസ്റ്റുകാരോട് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ വരികയോ അതിനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കുകയോ ഇതൊന്നും ചെയ്യില്ല. നാട്ടുകാരുടെ എല്ലാ മുതലുകളും തിന്നു പോയിക്കോട്ടെ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഇവർക്ക്. നമ്മളൊരിപ്പോൾ ഒരു ആന ഇറങ്ങി ഒരു വളവിനകത്ത് ഇറങ്ങി കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ വരിക. ഇവരുടെ സൗകര്യം പോലെയാണ് ഇവർ വരിക. വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ ജനങ്ങൾ വല്ലാത്ത ഭീതിയിലായിരിക്കുമല്ലോ. ഏത് സമയത്തും കാട്ടാന ഓടി വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ കൂരകളിൽ കിടന്നുറങ്ങുക? വിവരങ്ങൾ. ഇന്നലെയും തുടങ്ങിയതല്ല, ഏറെ നാളുകളായി വലിയ കഷ്ടമാണ് ഈ പുഞ്ചവയൽ അടക്കമുള്ള മേഖലയിൽ. പുഞ്ചവയൽ, നീർവാരം, പരിയാരം, അമ്മാനി ഉൾപ്പെടെയുള്ള പനമരത്തോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യരുടെ ജീവിതം വല്ലാത്ത പ്രതിസന്ധിയാണ്. അത്തരത്തിലൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി കാട്ടാനകളുടെ നിരന്തര ശല്യം ഉള്ള പ്രദേശമാണ്. ഇവിടെയാണ് ഒരു കാട്ടാന കഴിഞ്ഞ ദിവസം ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ ഉണ്ടായത്. അതായത് ഒരു തെങ്ങ് കുത്തി മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു വീട്ടുപറമ്പിലെ തെങ്ങ് നേരെ ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലേക്ക് വീഴുകയും അതിൽ നിന്ന് ഷോക്കേറ്റാണ് കാട്ടാന ചെരിഞ്ഞത്. അത്തരം അനുഭവങ്ങൾ ഉണ്ടായ പ്രദേശം കൂടിയാണ് ഈ മേഖല. ഇവിടെയാണ് ഇന്ന് രാവിലെ മുതൽ കാട്ടാനകൾ തോട്ടത്തിൽ തമ്പടിച്ചത്. 4 കാട്ടാനകൾ ഉണ്ടായിരുന്നത്. അതിൽ 2 കൊമ്പനും 2 പിടിയും ആണ് എന്നുള്ളതാണ് നാട്ടുകാർ നൽകുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതിനുശേഷം RRT സംഘം ഉൾപ്പെടെയുള്ളവർ തോട്ടത്തിലേക്ക് പോയി. കാപ്പിത്തോട്ടമാണ്. അവിടെ നിന്ന് 2 ആനകളെ, 2 കൊമ്പന്മാരെ തുരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതായത് കൊമ്പന്മാരെ നേരെ ഒരു കമുകിൻ തോട്ടത്തിലൂടെ നേരെ വയലിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നും പുഴയ്ക്ക് അപ്പുറത്തുള്ള അമ്മാനി വനമേഖലയിലേക്ക് കയറ്റി അയക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കി ഇനി 2 ആനകളെ കൂടി തുരത്തി ഓടിക്കാനുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ രാത്രിയിൽ സ്വാഭാവികമായി ആനകൾ വനത്തിനകത്തേക്ക് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. ആ അമർഷത്തിൻ്റെ ഭാഗമായി തന്നെ അവർ തഹസിൽദാരുടെ വാഹനം തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശാശ്വതമായ പരിഹാരം ഈ വന്യമൃഗശല്യത്തിന് എതിരെ വേണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വല്ലാത്ത രീതിയിലുള്ള കൃഷിനാശം സംഭവിക്കുന്നു, വീടുകൾക്ക് ഭീഷണി, ജനജീവിതത്തിന് ഭീഷണി, അത്തരത്തിൽ നിരന്തരമായ ശല്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് SKN ഇത്തരത്തിലൊരു നടപടി, ശാശ്വതമായൊരു പരിഹാരം വേണം എന്നുള്ള ആവശ്യം ഇവർ ഉന്നയിക്കുന്നത്. ഇതുമാത്രമല്ല, ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഈ ഫെൻസിങ് ഭാഗികമായി മാത്രമാണ് നടക്കുന്നത്. അതായത് ഇപ്പോൾ ഈ തൂക്ക് ഫെൻസിങ്ങിൻ്റെ ഭാഗമായി അവിടെ ഈ ട്രഞ്ചുകളെല്ലാം തന്നെ മൂടിയ നിലയാണ്. ഇതിലൂടെ എല്ലാം തന്നെ കാട്ടാനകളും മറ്റ് വന്യമൃഗങ്ങളും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള ആക്ഷേപമാണ് ആളുകൾ ഉന്നയിക്കുന്നത്. എന്തായാലും മോണിറ്ററിംഗ് തുടരുന്നുണ്ട് വനംവകുപ്പ്. ഇത് ചിലപ്പോൾ സ്വാഭാവികമായി അത് വനത്തിലേക്ക് കയറാം, ഇല്ലെങ്കിൽ നാളെ വീണ്ടും ദൗത്യം പുനരാരംഭിക്കുമെന്നുള്ള വിവരമാണ് നൽകുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.